ഹായ്, ഇറ്റ്സ് മീ അസ്ര അഗെയിൻ. ഇന്നൊരു ഫാമിലി ഗാദറിംഗ് ഉണ്ട്, അപ്പോൾ അതിന് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. നൈറ്റിലാണ് പ്രോഗ്രാം. അപ്പോൾ സ്കൂൾ വിട്ടിട്ട് വേഗം വന്ന് റെഡി ആയതാണ്. കറക്റ്റ് ഞങ്ങൾ ഇറങ്ങിയ ടൈമിൽ തന്നെ നല്ല മഴയും പെയ്തു. ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത്. ക്യാമറ കണ്ടാൽ പിന്നെ അതിന് ആറ്റിറ്റ്യൂഡ് വിട്ട് ഒരു കളിയുമില്ല. ചിരിക്കാൻ പറഞ്ഞിട്ട് പോലും ചിരിച്ചു തന്നില്ല. അങ്ങനെ റെഡിയായി നമ്മളിത് പോവുകയാണ്. കോട്ടക്കൽ റിഡ്ജസിൽ വെച്ചാണ് ഫങ്ഷൻ. ക്ലോസ് റിലേറ്റീവ്സ് മാത്രമല്ല, ചെറിയൊരു ഫങ്ഷൻ ആയിരുന്നു. മഴ ആസ്വദിച്ച് മെലഡി സോങ്സ് ഒക്കെ കേട്ട് പോകുന്നതിനിടയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. എങ്ങനെയാ ഉറങ്ങാതിരിക്കുക? രാവിലെ 5 മണിക്ക് ഉമ്മ വിളി തുടങ്ങും. ഉമ്മിനെ പറഞ്ഞിട്ട് കാര്യമില്ല, 10th എന്ന ടേണിംഗ് പോയിന്റ് ആണല്ലോ. 1 മണിക്കൂർ ബ്ലോക്കിൽ കിടന്ന ക്ഷീണം ആ ജ്യൂസ് കുടിച്ചങ്ങ് തീർത്തു. കുറേ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ കണ്ട് പൂതിയായപ്പോൾ എല്ലാവരും കൂടി ബർത്ത്ഡേ ഒറ്റയടിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ വിചാരിച്ചു ഞങ്ങൾ. ഇവർ രണ്ടുപേരും കിട്ടിയ ചാൻസ് നല്ലോണം മുതലാക്കിയിരിക്കണം. നല്ല സോഫ്റ്റ് കേക്കായിരുന്നു. പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടമായി. ഒന്നും കൂടി ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ എങ്ങനെയാ ചോദിക്കാം. കുറേ കേക്കുള്ള പോലെയാണ് അവൾ തിന്നണ കണ്ടാൽ. പ്ലേറ്റ് തുടച്ച് തിന്നക്കണം. ഞാൻ കേക്കിന്ന് പീസ് ചോദിക്കുവെച്ചിട്ടാ തോന്നുന്നുണ്ട്. എന്നോട് വലിയ അടുപ്പൊന്നും കാണിച്ചില്ല. ഇവർ ബോറടി ഒന്ന് മാറ്റാൻ ചെറിയൊരു ഗെയിം വെച്ചതായിരുന്നു. എല്ലാവരും നല്ല മത്സരിച്ച് കളിച്ച്. ഫസ്റ്റായ സെല്ലൂസിനേക്കാൾ സന്തോഷമായിരുന്നു എസ്തൂന്. നെക്സ്റ്റ് ഗെയിമിൽ എന്തായാലും ഫസ്റ്റ് അടിക്കണം എന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ പ്രാക്ടീസ് തുടങ്ങിയിരിക്കുകയാണ് എസ്തു. ഗെയിം കഴിഞ്ഞൊന്നിരുന്നപ്പോഴേക്കും നെയ്നൻ്റെ വക ഒരു അടിപൊളി ഡാൻസും. നമ്മുടെ പ്രോഗ്രാം അത്രയും കളർഫുൾ ആൻഡ് വൈബ് ആവാൻ മെയിൻ റീസൺ ഇവരുടെ സോങ്സ് തന്നെയായിരുന്നു. ഒരു രക്ഷയില്ല, അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. ഇതാണ് ഞങ്ങളെ ഫാമിലിയിലെ മൂത്ത കാരണവര്, മൂത്താപ്പയും മൂത്തമ്മയും. ഇവരെ വെച്ചും ഞങ്ങളൊരു ഗെയിം നടത്തി. ലൂച്ച് പിന്നെ പ്രൊഫഷണൽ വീഡിയോഗ്രാഫർ ആയതുകൊണ്ട് പല ആംഗിളിൽ നിന്നിട്ടും വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഫുഡാണല്ലോ പിന്നെ മെയിൻ. വയറിൻ്റെ ഉള്ളൊന്ന് വിളി കേട്ടപ്പോത്തിനും പ്ലേറ്റ് കൊടുത്തിട്ട് ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാൻ പോയി. നൈറ്റ് ആയതുകൊണ്ട് റൈസിലോട്ട് നോക്കിയില്ല, പൊറോട്ട തന്നെ പിടിച്ചു. പൊറോട്ടയും ബട്ടർ ചിക്കനും വെജിറ്റബിൾ കുറുമയും ഒരു നല്ല കോമ്പിനേഷൻ. പിന്നെ അച്ചാറും കെച്ചമ്പറും സാലഡും ഒക്കെ ഉണ്ടായിരുന്നു. ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഞാൻ കുറച്ച് അച്ചാറൊന്നും എടുത്തു. ഫുഡ് എടുത്ത് വന്നപ്പോത്തിന് ഇവർ നല്ല പോളിങ്ങിലാണ്. അപ്പം ഞാനും കിഡ്സ് സെക്ഷൻക്ക് അങ്ങ് കൂടി. അങ്ങനെ ഞങ്ങളെല്ലാവരും വൈബ് ചെയ്ത് ഫുഡൊക്കെ കഴിക്കുകയാണ്. ഇപ്പോഴാണ് ഞങ്ങളെ ഫാമിലിയിലെ ഗായകന്മാരെയും ഗായികമാരെയൊക്കെ ഒന്ന് തിരിച്ചറിയണത്. കഴിഞ്ഞ പായസത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടപ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ടായിരുന്നു, ആരാണ് ബബാന്ന്. ഇതാണ് എൻ്റെ ബബ. അങ്ങനെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോവാണ്. അപ്പൊ ശരി, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.
वास्ते तड़प दिए रू तेरा